ഹലോ എല്ലാവർക്കും ഈ വേവ് സ്റ്റോറീസിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പീജിയൺ ഓർക്കിഡ് വീണ്ടും പൂവിട്ടിരിക്കുകയാണ്. നമ്മുടെ മുല്ലപ്പൂവിനോടൊക്കെ സാമ്യമുള്ള സ്മെല്ലാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ പീജിയൺ ഓർക്കിഡ് എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ അപ്പിയറൻസ് നമ്മുടെ പ്രാവിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. വളരെ വെറൈറ്റി ഓഫ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ഡെൻഡ്രോബിയം സ്പീഷീസ്. അതിൽ തന്നെ ഡെൻഡ്രോബിയം ക്രുമിനേറ്റം എന്നറിയപ്പെടുന്ന ഈ ചെടി പീജിയൺ ഓർക്കിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. വെളുത്ത പൂക്കളോടുകൂടി വളരെ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ പൂക്കൾ കാരണം തന്നെയാണ് ഇതിന് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ കളറിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു പ്രാവിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് തോന്നും. അത് മെല്ലെ മെല്ലെ പതിയെ വിരിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ഫീൽ ചെയ്യുക. ഈ പീജിയൺ ഓർക്കിഡിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഒന്ന് നോക്കിയേ, ഒന്നൊരു സൈഡിലേക്ക് മറ്റൊന്ന് വേറൊരു സൈഡിലേക്ക് ഒരു ക്രിസ് ക്രോസ് പാറ്റേണിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ ആ ഇൻഫ്ലോറസൻസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിതുവരെ കാണാത്ത, അധികം കണ്ടു പരിചയമില്ലാത്ത ഒരു അറേഞ്ച്മെൻ്റ് അല്ലേ. ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞ ഓർക്കിഡ് പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ അധികം ഓവറായിട്ട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇങ്ങേർക്കും ഇല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പീജിയൺ ഓർക്കിഡ് എന്ന് പറയുന്നത്. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ കിട്ടുന്ന സ്ഥലത്ത് ഒരു അത്യാവശ്യം നനവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഇതുണ്ടായിരിക്കും. നമ്മൾ ഗ്രോയിങ് മിക്സറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചിരട്ടക്കരിയും അതുപോലെ ചകിരിച്ചോറുമാണ്. ഈ ഓർക്കിഡ് കാണാൻ നല്ല അടിപൊളിയാണെങ്കിലും ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇതിൻ്റെ സ്മെല്ലാണ്. നമ്മുടെ ഗാർഡൻ മൊത്തം നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലായിരിക്കും. നോക്കി എത്രത്തോളം ഉറുമ്പുകൾ അതിന് ചുറ്റും ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ചെടി വിശേഷം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.